ഇസ്ലാമിൻ്റെ നിയമം അനുസരിച്ച് ഒരാൾ ബിസിനസ് ചെയ്യുന്നതിലൂടെ കിട്ടുന്നത് അയാൾക്ക് മാത്രമല്ല. ഇസ്ലാമിക നിയമം ഒരാൾ പണമുണ്ടാക്കുമ്പോൾ ആ പണത്തിൽ മറ്റുള്ളവർക്കും അള്ളാഹു അവകാശം നിശ്ചയിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗമാണ് സക്കാത്ത്. സക്കാത്ത് ഒരാൾ കച്ചവടം ചെയ്യുമ്പോൾ ആ കച്ചവടം അയാൾക്ക് വേണ്ടി മാത്രം എന്നുള്ളതല്ല ഇസ്ലാമിൻ്റെ നിശ്ചയം. കാരണം നമ്മൾ പറഞ്ഞല്ലോ, ചിലരെ അള്ളാഹു പണക്കാരനാക്കിയത് അള്ളാഹിൻ്റെ പരീക്ഷണമാണ്, ചിലരെ പാവപ്പെട്ടവരാക്കിയതും അള്ളാഹിൻ്റെ പരീക്ഷണം. സാമ്പത്തികമായി വല്ലാതെ പ്രയാസപ്പെടുന്നവരാണ്, അയാൾക്ക് തോന്നുന്നു അള്ളാഹ്ക്ക് എന്നോട് എന്തോ ദേഷ്യമാണെന്ന്. അങ്ങനെ ചിന്തിക്കണ്ട. അള്ളാഹ്ക്കൊരു ദേഷ്യമുള്ള പരീക്ഷണമാണ്. ദാരിദ്ര്യവും പരീക്ഷണമാണ്, ധനവും പരീക്ഷണമാണ്. ദാരിദ്ര്യം എങ്ങനെ പരീക്ഷണം? സാമ്പത്തികമായി പ്രയാസം വന്നപ്പോൾ എൻ്റെ റബ്ബ് എന്നെ പരീക്ഷിക്കുകയാണ്. പ്രയാസം ഉണ്ടെങ്കിലും ഹറാമായ രൂപത്തിൽ ഞാൻ പണം ഉണ്ടാക്കൂല, ഹറാമായ വഴികളിലേക്ക് ഞാൻ പോകൂല. എനിക്ക് ഇവിടെ ഇത്തിരി പ്രയാസമായാലും വേണ്ടിയില്ല, ഹലാലുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കണം. എൻ്റെ മരണത്തിനപ്പുറമുള്ള ജീവിതത്തിൽ സന്തോഷം നഷ്ടപ്പെടരുത്. ഈ മനസ്സോടെ ജീവിക്കാൻ തയ്യാറുണ്ടോ? അതല്ലെങ്കിൽ സാമ്പത്തിക കുറച്ച് പ്രയാസം വന്നപ്പോൾ എനിക്ക് പ്രയാസം ഉണ്ടായിട്ടല്ലേ എന്ന് കരുതിയിട്ട് അള്ളാനെ ശപിച്ചുകൊണ്ട് ഹറാമിലേക്ക് പോവുകയാണോ അല്ലേ? ഈ പരീക്ഷണമാണോ നേരിടുന്നത്? പണമുണ്ടായവനോ, പണം കിട്ടിയപ്പോൾ എൻ്റെ പണം എന്ന വിചാരത്തിൽ അള്ളാനെ മറന്ന പണം ഉപയോഗപ്പെടുത്തുകയാണോ? അള്ള തന്ന പണം ഹിസാബ് ഉണ്ടാകുമെന്ന ബോധത്തിൽ ജീവിക്കാൻ തയ്യാറുണ്ടോ? ഈ ചോദ്യമാണ് അവൻ നേരിടുന്നത്. ഇപ്പം എല്ലാവരും വിവിധ അർത്ഥത്തിൽ പരീക്ഷിക്കപ്പെടുകയാണ്. ദുനിയാവ് അങ്ങനെ പരീക്ഷയുടെ ലോകമാണ്, പരീക്ഷണത്തിൻ്റെ ലോകമാണ്. റിസൾട്ട് വരുന്ന ജീവിതമാണ് നമ്മൾ ആഖിറം എന്ന് നമ്മൾ സാധാരണ പറയുന്നത്, ദാറുൽ ആഖിറ. അതുകൊണ്ട് കച്ചവടക്കാർക്ക് മാത്രമല്ല, മൊത്തത്തിൽ വ്യവസായികളും വ്യാപാരികളും ഒക്കെ അല്ലാത്തവരും അവനു പണമുണ്ടെങ്കിൽ ആ പണത്തിൽ അള്ളാഹു നിശ്ചയിച്ച ചില ഫർളുകളുണ്ട്, അത് ശ്രദ്ധിക്കണം. അതിൽപ്പെട്ട ഒന്നാണ് സക്കാത്ത്. സക്കാത്ത് സക്കാത്ത് മാത്രമല്ല, സക്കാത്ത് കച്ചവടങ്ങളിലൊക്കെ പൊതുവേ സക്കാത്തുണ്ട്. വലിയ സങ്കടം തോന്നാറുണ്ട്. നമ്മുടെ നാടുകളിൽ പൊതുവേ മിക്ക കച്ചവടക്കാരും സക്കാത്ത് കൊടുക്കുന്നില്ല എന്നാണ് എൻ്റെ ധാരണ. ശരിയാണോന്നറിയൂല. വലിയ ടൗണുകളിലും ഗ്രാമങ്ങളിലും ഒക്കെയുള്ള ഏത് കച്ചവടങ്ങളിലും പൊതുവേ കച്ചവടത്തിന് നിബന്ധന വന്നാൽ സക്കാത്ത് 90-99% കച്ചവടക്കാർക്ക്, വലിയ 90 എന്ന് പറയാം, ചിലപ്പോൾ ഷർത്തക്കാത്ത ചിലതുണ്ടാവാം എന്നുള്ളതിലേക്കാണ് മാറ്റുന്നത്. 90% കച്ചവടങ്ങളിൽ സക്കാത്ത് നിർബന്ധം. അത് കൊടുക്കുന്നവരുടെ എണ്ണം കുറവാണ്. കൊടുക്കുന്നവർ തന്നെ ശരിയായൊരു നിയമം പാലിച്ചുകൊണ്ടല്ല കൊടുക്കുന്നുള്ളത് മറ്റൊരു സംഗതി. അതുകൊണ്ട് ഈ കച്ചവടക്കാർ മരിച്ചാൽ വലിയ വേജാറ്. കാരണം അവർക്ക് ഈ സക്കാത്തിൻ്റെ കട മിക്ക ആളുകൾക്കും ബാക്കിയുണ്ടാവും. കൊടുക്കണില്ല എന്നെങ്ങനെ മൂലർക്ക് മനസ്സിലായതാണ്. എൻ്റെ അടുത്ത് വല്ല വല്ലതുകൊണ്ട് ഉസ്താദ് 8 കൊല്ലം ഇപ്പം ഈ റമദാനിൽ വന്ന് 8 കൊല്ലമായി കച്ചവടം തുടങ്ങിയിട്ട് ഇതേ സക്കാത്ത് കൊടുത്തിട്ടില്ല, ഇനി എന്താ ഉസ്താദെ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ട് വന്നിട്ടുണ്ട്. അതിനിപ്പോൾ ഇങ്ങനെ ഓരോരുത്തർ അവനാൻ്റെ നമ്മളൊക്കെ ഉൾഗ്രാമങ്ങളിലുള്ള പല കച്ചവടക്കാരില്ലേ, ഉൾക്ക് സക്കാത്ത് നിർബന്ധമാകുന്നുണ്ടല്ലോ. ചില വലിയ ആളുകൾ കൊടുക്കാറുണ്ട്, വലിയ ബിസിനസ്സുകാർ. അത് മുഴുവൻ നിയമാനുസൃതമാകുന്നുണ്ടോ എന്നുള്ളത് മറ്റൊരു സംഗതി. പക്ഷേ സക്കാത്ത് കച്ചവടക്കാരൊക്കെ, എൻ്റെ സംസാരം കേൾക്കുന്ന ഏത് കച്ചവടക്കാരാണെങ്കിലും കച്ചവടത്തിൽ സക്കാത്തുണ്ടാകുമെന്ന വിഷയം ഒന്ന് തിരിച്ചറിയുകയും അവനവൻ്റെ കച്ചവടത്തിൻ്റെ സക്കാത്തിൻ്റെ നിയമം എന്താണ് എന്നൊന്ന് മനസ്സിലാക്കി പഠിക്കാനും കേൾക്കാനും അവസരങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മളൊക്കെ തന്നെ പറഞ്ഞ ക്ലാസ്സുകൾ യൂട്യൂബിൽ ലഭ്യമാണ് സക്കാത്തിനെ കുറിച്ച്. അപ്പോൾ അതല്ല ഇപ്പോൾ വിഷയം. കുറേ ഇങ്ങനെ ഇരുന്ന് മസല പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഒരു ബോധം കേൾക്കുന്നവരുടെ മനസ്സിൽ വേണം. അതുകൊണ്ട് സക്കാത്ത് കൊടുത്തു വീട്ടണമെന്നുള്ള നിർബന്ധം കച്ചവടക്കാർക്ക് വേണമെന്ന് വീണ്ടും ഞാൻ പറയുന്നു. ആരോട്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി വിശ്വസിക്കുന്നവരോട്. അമുസ്ലിംകളോട് സക്കാത്ത് കൊടുക്കാൻ പറയുന്നില്ല, കാരണം അമുസ്ലിംകൾക്ക് സക്കാത്ത് നിർബന്ധമില്ല. അവരുടെ മർമ്മം ഈമാനാണ്. മുഅ്മിനായാൽ അവിടുന്ന് അങ്ങോട്ടുള്ളതിനനുസരിച്ച് ചെയ്യണം. മുൻകാലത്തെ സക്കാത്തിൻ്റെ കടം കൊടുത്തു വീട്ടേണ്ടതില്ല. മുസ്ലിമും അമുസ്ലിമും കൂടി ഷെയറായി ചേരുന്ന ബിസിനസ് ആണെങ്കിൽ അതിൽ മുസ്ലിമിൻ്റെ വിഹിതത്തിൻ്റെ 2% കണക്കാക്കി, വിഹിതത്തിൻ്റെ മൊത്താസ്തിയുടെ അതിൻ്റെ മുസ്ലിമിൻ്റെ വിഹിതത്തിൻ്റെ സക്കാത്തേ കൊടുക്കേണ്ടതുള്ളൂ, അമുസ്ലിമിൻ്റെ വിഹിതത്തിൻ്റെ സക്കാത്ത് കൊടുക്കേണ്ടതില്ല. ഇപ്പം മുസ്ലിങ്ങളോടാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സക്കാത്തിൻ്റെ കാര്യം മർമ്മമാണ്. നമ്മൾ മരണപ്പെട്ടാൽ, ഞാൻ 5 മിനിറ്റ് കൊണ്ട് എൻ്റെ സംസാരം നിർത്തും, മരണപ്പെട്ടാൽ കടങ്ങൾ വലിയ വിഷയമാണ്. ഞാൻ ചില ക്ലാസ്സിലൊക്കെ റമദാനിൽ ചമ്മാട് ടൗൺ പള്ളിയിൽ ക്ലാസ് എടുത്തപ്പോൾ, കോട്ടക്കൽ ടൗൺ പള്ളിയിൽ ക്ലാസ് എടുത്തപ്പോഴൊക്കെ ഞാൻ പറഞ്ഞ വലിയൊരു വിഷയമായിരുന്നു മരണപ്പെട്ടവരുടെ കടബാധ്യതകളെക്കുറിച്ച്. അതുപോലെ ഒരാൾ മരണപ്പെട്ടാൽ അവർക്ക് നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില മർമ്മകാര്യങ്ങളെക്കുറിച്ച് 2-3 ഇവിടെയും പറയുകയാണ്. ഒന്ന്, നമ്മുടെ പ്രിയപ്പെട്ട ഒരാൾ മരിച്ചാൽ ചെയ്യേണ്ട മർമ്മമായി ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് അവരുടെ കടബാധ്യതകൾ വീട്ടുക എന്നത്. നമ്മുടെ ഉപ്പ മരണപ്പെട്ടു, നമ്മുടെ മകൻ മരണപ്പെട്ടു, അങ്ങനെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾ, അങ്ങനെ പറയാൻ കാരണം നമ്മൾ മരിച്ചാൽ നമ്മളത് കടം വീട്ടപ്പോൾ നമ്മൾ തന്നെ ഉണ്ടാവില്ലല്ലോ. എന്നാൽ പ്രിയപ്പെട്ടവർ മരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കടമില്ലാതെ ജീവിക്കാൻ നോക്കുക. അൽഹംദുലില്ലാഹ്, ഞാൻ നിങ്ങളോടത്തും പോയി സന്തോഷം പറയും, എനിക്ക് 5 പൈസയുടെ കടമില്ലാന്ന്, കുറച്ച് ഇങ്ങോട്ട് കിട്ടാണ്ട്. അത് കിട്ടിയില്ലെങ്കിലും എൻ്റെ ആഖിറത്തിനെ ബാധിക്കില്ല.
എനിക്കവിടെ കടമില്ല. അത് ഞാൻ സമ്പന്നനായതുകൊണ്ടൊന്നുമില്ല, എനിക്ക് കടം വാങ്ങാതെ ജീവിക്കാൻ വലിയൊരാഗ്രഹമാണ്. സൗകര്യങ്ങളൊക്കെ ഇത്തിരി കുറക്കും തന്നെ. അങ്ങനെ വലിയ വണ്ടി കാണുമ്പോൾ കൊല്ലം ഞാൻ വണ്ടി മാറ്റൂല. അങ്ങനെ മൂപ്പർക്ക് നല്ലൊരു വണ്ടി ഉണ്ട്, അപ്പം ഉസ്താദിൻ്റെ വണ്ടി ഒന്ന് മാറ്റട്ടെ എന്ന് വെച്ചാൽ ഞാൻ പറയും എനിക്ക് എൻ്റെ മതിയെന്ന. അപ്പോൾ അള്ളാഹു താല നമ്മളുള്ള ഹലാൽ കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാനുള്ള ഒരു വല്ലാത്ത ഒരു മനഃശക്തി അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. വണ്ടി മാറ്റിയാലൊക്കെ ഞാൻ ഹറാമാന്നൊന്നും ഞാൻ പറഞ്ഞതിന് അർത്ഥമല്ല കേട്ടോ. ഞങ്ങനൊന്നും അർത്ഥം വെക്കണ്ട. വണ്ടി അടുക്ക് മാറ്റുന്നതൊക്കെ ഹറാമാന്നൊന്നും ഞാൻ പറഞ്ഞതിന് അർത്ഥമല്ല. ഹലാലായ കാശുണ്ടെങ്കിൽ ചെയ്തോട്ടെ, ഒരു കുഴപ്പമില്ല. അല്ലാതെ അത് ഒരു അയിമ പിടിച്ചിട്ട് അങ്ങനെ എല്ലാവരെയും കുറിച്ച് മോശമായിട്ട് നമ്മൾ വിചാരിക്കണ്ട. നമുക്ക് മറ്റുള്ളവരെ കുറിച്ച് വിചാരിക്കാൻ വേഗം എളുപ്പമാണ്. സൂക്ഷ്മത തന്നെ അവനവൻ്റെ ജീവിതത്തിൽ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളത്, മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ എന്തേ വകുപ്പ് കണ്ടെത്തുക എന്നുള്ളതല്ല. ഇപ്പം മരണപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട ഒരാൾ മരിച്ചാൽ ആദ്യമായിട്ട് മറുമ നമ്മൾ കാണേണ്ടത് അവരുടെ കടങ്ങൾ വീട്ടുക എന്നുള്ളതാണ്. കടങ്ങൾ വീട്ടുമ്പോൾ മരണപ്പെട്ട വ്യക്തിക്ക് രണ്ട് രീതിയിലുള്ള കടമുണ്ടാകും. മതപരമായ കടബാധ്യതകളും ഉണ്ട്, മനുഷ്യരുമായുള്ള കടയിടപാടുകളും ഉണ്ട്. ഉദാഹരണത്തിന് സക്കാത്ത് ജീവിതകാലത്ത് നിർബന്ധമായിരുന്നു, കൊടുത്തു വീട്ടിയിട്ടില്ല, മതപരമായ കടബാധ്യതയാണ്. സക്കാത്ത് കൊടുക്കാത്ത കച്ചവടക്കാരൊക്കെ മരിച്ചുണ്ടാവുന്ന ഉറപ്പാണ്. സക്കാത്ത് ജീവിതകാലത്ത് മരിച്ചിൻ്റെ ശേഷം സക്കാത്ത് നിർബന്ധമാവില്ല. ജീവിതകാലത്ത് സക്കാത്ത് നിർബന്ധമായിരുന്നു, കൊടുത്തു വീട്ടിയിട്ടില്ല, ആ കച്ചവടക്കാരൻ മരണപ്പെട്ടിരിക്കുന്നു. 10 കൊല്ലം അല്ലെങ്കിൽ 25 കൊല്ലം കച്ചവടം നടത്തിയിട്ടുണ്ട്, അതിൻ്റെ സക്കാത്ത് കൊടുത്തിട്ടില്ല, അയാളുടെ സക്കാത്ത് മതപരമായ കടബാധ്യതയായി കിടക്കുന്നു. ഹജ്ജ് ജീവിതകാലത്ത് നിർബന്ധമായിരുന്നു, ഹജ്ജ് ചെയ്തിട്ടില്ല, അയാൾ മരിച്ചിരിക്കുന്നു, അയാളുടെ ഹജ്ജ് ചെയ്യിപ്പിക്കുക എന്നുള്ളത് മതപരമായ കടബാധ്യതയായി കിടക്കുന്നു. പിന്നെ മനുഷ്യരായിട്ടുള്ള കടബാധ്യത വാങ്ങിയതും കൊടുക്കുന്നതും എല്ലാവർക്കും അറിയാം. ഒരാൾ മരണപ്പെട്ടാൽ അയാളുടെ മതപരവും മനുഷ്യരുമായുള്ള എല്ലാ കടയിടപാടുകളും വീട്ടിൽ നിർബന്ധമാണ്. അയാൾക്ക് സമ്പത്തില്ലെങ്കിൽ, മരിക്കുമ്പോൾ അയാൾക്ക് സമ്പത്തില്ല, എന്നാൽ ആ ഉപ്പയുടെ കടം വീട്ടൽ മക്കൾക്ക് നിർബന്ധമല്ല. മക്കളുടെ പോക്കറ്റിൽ നിന്ന് കാശെടുത്ത് കടം വീട്ടൽ സുന്നത്തേ ഉള്ളൂ. ഉപ്പ രക്ഷപ്പെട്ടോട്ടെ, ഉപ്പ സലാമത്തായിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഉപ്പയുടെ കടം മരിക്കുമ്പോൾ ഉപ്പയ്ക്ക് അനന്തര സ്വത്ത് ബാക്കിയില്ലെങ്കിൽ ഉപ്പയുടെ കടം വീട്ടൽ മക്കൾക്ക് നിർബന്ധമല്ല. പക്ഷെ ഞങ്ങളുടെ ഉപ്പ കടം കൊണ്ട് അവിടെ കുടുങ്ങിയിട്ടുണ്ട്, കുടുങ്ങും എന്നതിൻ്റെ പേരിൽ സ്വന്തം കാശെടുത്തിട്ട് മക്കൾ ആ ഉപ്പയുടെ കടങ്ങൾ വീട്ടൽ ഇസ്ലാമിൽ സുന്നത്താണ്. മരണപ്പെട്ട ഉപ്പക്ക് സമ്പത്തുണ്ടെങ്കിൽ ആ സമ്പത്ത് തീരുന്നത് വരെയുള്ള കടങ്ങൾ വീട്ടൽ അവകാശികൾക്ക് നിർബന്ധമാണ്. മിംബഅദി വസിയ്യത്തി യൂസാ ബിഹാ ഔ ദൈൻ, കടബാധ്യതകളെല്ലാം കഴിഞ്ഞിട്ട് ഇനിയും സമ്പത്ത് ബാക്കിയുണ്ടെങ്കിൽ മാത്രമാണ് ഈ അനന്തരാവകാശം എന്ന സംഗതി ഉള്ളത്. എൻ്റെ അടുത്തൊരു ചോദ്യം വന്നു, ഒരാൾ മരിച്ചു, അയാൾക്ക് കുറച്ച് തോനെ കടമുണ്ട്, പക്ഷെ അയാൾക്ക് ചെറിയ 2 കുട്ടികളാണ്, നന്ന ചെറിയ കുട്ടികളെ, എത്തിയും കുട്ടികളല്ലേ, അയാളുടെ ആ സ്വത്ത് വിറ്റിട്ട് കടം വീട്ടാൻ പറ്റുമോ? അത് എത്തിയും കുട്ടികളെ സ്വത്തല്ലേ എന്നാണ് ചോദ്യം. എൻ്റെ മറുപടി എന്നാണ് ദീനിൻ്റെ നിയമം, ഇല്ല, അത് എത്തിയും കുട്ടികളെ സ്വത്തല്ല, അത് വിറ്റിട്ട് കടം വീട്ടണം. കാരണം ഉപ്പ മരണപ്പെട്ടാൽ ഈ ചെറിയ മക്കൾക്ക് അവകാശം എന്ന് വരുന്നത് അവരുടെ ഉപ്പക്ക് സമ്പത്ത് ഉണ്ടെങ്കിലാണ്. അവരുടെ ഉപ്പയുടെ കടം വീട്ടിയാൽ ബാക്കിയൊന്നുമില്ല, അതുകൊണ്ട് അവർക്ക് സമ്പത്തില്ല. സമ്പത്ത് അതിൻ്റെ കടല്ല, ഒരാളെ ഉപ്പക്ക് സമ്പത്തില്ലാതെ മരിച്ചുപോയ മക്കൾക്ക് അവകാശം ഉണ്ടാവില്ലല്ലോ. അനന്തരാവകാശം എന്ന് പറയുന്ന നിയമം അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത് മിംബഅദി വസിയ്യത്തിൻ യൂസാ ബിഹാ ഔ ദൈൻ. വിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. മരണപ്പെട്ട വ്യക്തിയുടെ കടങ്ങൾ മുഴുവനും വീട്ടിയതിന് ശേഷം ഇനിയും സമ്പത്ത് ബാക്കിയുണ്ടെങ്കിലാണ് അവകാശികൾക്ക് ഉണ്ടാവുക. കടം വീട്ടുക എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, മതപരമായ കടം സക്കാത്ത് നിർബന്ധമായത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ആളുകളിൽ നിന്ന് കടം വാങ്ങിയ സംഖ്യയുണ്ട്, എല്ലാം വീട്ടണം. എല്ലാം കൂടി വീട്ടാൻ സമ്പത്തില്ലെങ്കിലോ? മരണപ്പെട്ട വ്യക്തിക്ക് മനുഷ്യരുമായുള്ള കടം വാങ്ങിയത് തിരിച്ചു കൊടുക്കാനുണ്ട്, സക്കാത്ത് നിർബന്ധമായത് കൊടുക്കാതെ ബാക്കി വെച്ചതുണ്ട്. ഇങ്ങനെ മതപരവും മാനുഷികവുമായ കടങ്ങളെല്ലാം കൂടി ബാക്കിയുണ്ട്. എല്ലാം കൂടി വീട്ടാൻ സമ്പത്ത് തികയൂല. എന്താ വേണ്ടത്? സഹീഹ് ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ്, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫദൈനുല്ലാഹി അഹഖു ബിൽ ഖളാ, മനുഷ്യരുടെ കടങ്ങളെക്കാൾ വീട്ടുന്നതിൽ മുൻഗണന നൽകേണ്ടത് മതപരമായ കടങ്ങൾക്കാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ഇമാം ഇബ്നു ഹജർ അൽ-ഹൈതമി റളിയല്ലാഹു അൻഹു തുഹഫത്തുൽ മുഹ്താജിൽ എഴുതി വെച്ചത്, മുഖദ്ദമൻ മിൻഹാ ദൈനുല്ലാഹി അലാ ദൈനിൽ ആദമിയ്യി. മരണപ്പെട്ട മയ്യത്തിൻ്റെ കടങ്ങൾ വീട്ടുമ്പോൾ മനുഷ്യരുടെ കടങ്ങളെക്കാൾ മതപരമായ കടബാധ്യതകളാണ് വീട്ടേണ്ടത്. ഒരാൾ മരണപ്പെട്ടു, അയാൾക്ക് കുറച്ച് ഭൂമിയുണ്ട്, അനന്തരസ്വത്ത് ഭൂമിയും കാശൊക്കെ പെടും. അയാൾ 10 കൊല്ലം കച്ചവടം നടത്തിയിട്ട് സക്കാത്ത് കൊടുത്തിട്ടില്ല. അയാൾ മനുഷ്യരിൽ നിന്ന് അവിടുന്ന് ഒരു 5 ലക്ഷം, ഇവിടുന്ന് ഒരു 2 ലക്ഷം ഇങ്ങനെയൊക്കെ വാങ്ങിയിട്ടുണ്ട്. എല്ലാം കൂടി വീട്ടാൻ സമ്പത്ത് തികയൂല. ഇസ്ലാമിക നിയമമനുസരിച്ച് ഏത് വീട്ടണം? ആ സക്കാത്ത് കൊടുത്ത് വീട്ടണം.
മനുഷ്യരുടെ കടങ്ങളെക്കാൾ മുൻഗണന നൽകേണ്ടത് മുഖദ്ദമം മിൻ ഹാദൈനുല്ലാഹി അലാ ദൈനിൽ ആദമിയ്യി, മതപരമായ കടബാധ്യതകൾക്കാണ്. എല്ലാ കടം വീട്ടണം, സമ്പത്തുണ്ടെങ്കിൽ എല്ലാം വീട്ടണം. എല്ലാം വീട്ടി കഴിഞ്ഞിട്ടും ബാക്കിയുണ്ടെങ്കിൽ മക്കൾക്ക് ഓരിച്ചെടുക്കാം. കടങ്ങൾ വീട്ടിയാൽ ബാക്കി ഉണ്ടാവില്ലെങ്കിൽ അവകാശമല്ല, ഞങ്ങളെപ്പാക്ക് സ്വത്തില്ല എന്ന് വെച്ചോളി, കാരണം കടത്തിനുള്ളതേ ഉള്ളൂ. പക്ഷെ നമ്മുടെ നാടുകളിൽ വലിയ കാര്യത്തിൽ മയ്യത്ത് പള്ളിയിൽ കെട്ടിപ്പോഞ്ഞ് കൊടുത്ത് കണ്ട് കടങ്ങളൊക്കെ മൂത്ത മകൻ മുഹമ്മദ് കുട്ടി ഏറ്റെടുത്തിക്കണമെന്ന് പറയും. കുഴപ്പമില്ല, അതിലൊന്നുമല്ല തെറ്റ് കാണുന്നത്. എന്നിട്ട് മുഹമ്മദ് കുട്ടി ഏതാ വീട്ടുക? പലചരക്ക് കടയിൽ വാപ്പ കൊടുക്കാൻ പറ്റുവാശി വെച്ച് ബാക്കി വെച്ചിട്ടുണ്ടാവും കുട്ടികൾ. ആരെടുത്തുന്നെങ്കിലും ഇപ്പം കുറച്ച് വാങ്ങിയിട്ടുണ്ടെങ്കിൽ വീട്ടും. അത് പള്ളി പറഞ്ഞില്ലെങ്കിലും കൊടുക്കേണ്ടി വരും, ആൾ പിന്നാലെ വരും. നിങ്ങൾക്കറിയോ നിയമം? മതപരവും മനുഷ്യരുമായുള്ള സർവ്വ കടങ്ങളും സ്വത്ത് തീരോളം വീട്ടിൽ മക്കൾക്കും കുടുംബത്തിനും നിർബന്ധമാണ്. അതിൽ എല്ലാം വീട്ടാൻ തികയില്ലെങ്കിൽ സക്കാത്ത് ഉൾപ്പെടെയുള്ള മതപരമായ കടങ്ങൾക്കാണ് മുൻഗണന നൽകേണ്ടത്. ഇത് ആരുടെ നിയമ? റബ്ബിൻ്റെ ദീന്, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു പഠിപ്പിച്ച നിയമം. അതുകൊണ്ട് ഞാൻ സംസാരം നിർത്തുന്നു. കച്ചവടക്കാർ അവനവൻ്റെ കാര്യം കേൾക്കുന്നവരൊക്കെ ബോധ്യപ്പെട്ടോളി. കച്ചവടങ്ങളിൽ സക്കാത്ത് കൊടുക്കാതിരുന്ന മരണത്തിൻ്റെ ശേഷം ആ കട നമ്മളെ പിന്തുടരും. മരിച്ചോയാൽ മുഅ്മിനീങ്ങളുടെ റൂഹുകൾ കിട്ടുന്ന വലിയ സന്തോഷമുണ്ട്. ഈമാനോടുകൂടി മരിച്ചോല് പോലും കടബാധ്യതകൾ ബാക്കി നിന്നാൽ ആ സന്തോഷ സ്ഥാനത്തേക്ക് എത്താതെ തടഞ്ഞു വെക്കപ്പെടുമെന്ന് ഹദീസുകൾ പഠിപ്പിക്കുന്നുണ്ട്. നഫ്സുൽ മുഅ്മിൻ, മുഅ്മിനായി മരണപ്പെട്ടവൻ്റെ ആത്മാവ് മുഅല്ലഖുൻ, ബന്ധനത്തിലാക്കപ്പെടും. ബിദൈനി, കടം ബാക്കി നിൽക്കുന്ന കാരണം കൊണ്ട് ഹത്താ യുഖ്ള, അത് വീട്ടപ്പെടുന്നത് വരെ. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സാമ്പത്തിക രംഗത്തുള്ള ബിസിനസ്സുകാരും വ്യാപാരികളൊക്കെ സക്കാത്തിൻ്റെ കാര്യം മർമ്മമായി കാണണം. മരണശേഷത്തേക്ക് ബാക്കി വെക്കരുതേ എന്ന് അവനവൻ്റെ ഗുണത്തിന് വേണ്ടി ഓർമ്മിപ്പിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. നമ്മളിപ്പോൾ മനസ്സിലാക്കണം മറ്റൊരു സംഗതി, ആരായാലും നമ്മുടെ പ്രിയപ്പെട്ട ഒരാൾ മരിച്ചാൽ അവരുടെ കടബാധ്യതകൾ കാര്യം നമ്മൾ ഗൗരവത്തിലെടുക്കുകയും മതപരവും മനുഷ്യരുമായുള്ള എല്ലാ കടകളും വീട്ടാൻ അയാളുടെ സമ്പത്ത് തീരുന്നത് വരെ വീട്ടൽ നിർബന്ധം. സമ്പത്തില്ലെങ്കിൽ പോലും സ്വന്തം നമ്മുടെ കാശെടുത്ത് വീട്ടാൻ കഴിയുമെങ്കിൽ അത് അത്രയും നല്ലത്. കാരണം അവിടെ സലാമത്താവണമല്ലോ, അത് മനസ്സിലാക്കണം എന്ന് മാത്രം പറഞ്ഞ് ഞാനിപ്പോൾ സംസാരം നിർത്തുക.